മുഖ്യമന്ത്രിയുമായിട്ട് മോഹൻലാൽ നടത്തുന്ന അഭിമുഖം ഇരുവർ അത് നാളെ റിലീസ് ചെയ്യും. അതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചിട്ടാണ് അഭിമുഖത്തിനായിട്ട് മോഹൻലാൽ എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. മോഹൻലാൽ ആരെയാണ് പേടിക്കുന്നത്? മോഹൻലാലിനെ തന്നെയാണ് പേടിക്കുന്നത്. കാരണം മോഹൻലാലിൻ്റെ പേരിലുള്ള നിരവധി കേസുകൾ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ള ഒരു നടനാണ് മോഹൻലാൽ. അതെന്തുകൊണ്ടാണ് 5 വർഷം പൂഴ്ത്തിവെച്ചത്? ആ 5 വർഷം പൂഴ്ത്തിവെച്ചത് ഈ മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ നടന്മാർക്കെതിരെയുള്ള ബലാത്സംഗ കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ 36ഓളം നടികൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പോക്സോ കേസ് അടക്കമുള്ള പരാതികൾ മോഹൻലാലിനെതിരെ ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങൾ നേരത്തെ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് അടക്കം ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ള കാര്യം പുറത്തുവിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള ക്രൈംബ്രാഞ്ചിൽ നിന്ന് ചില ഉദ്യോഗസ്ഥന്മാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്തത്. പിന്നീട് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ കേസുകളെല്ലാം പിൻവലിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് പിൻവലിച്ചത്? നാളെ ഇലക്ഷൻ വരുമ്പോൾ, ഒരു ഘട്ടം വരുമ്പോൾ മോഹൻലാൽ ഗവൺമെൻറ് വേണ്ടി കൂടെ നിൽക്കണം എന്നുള്ളതാണ്. ഇതുപോലെയാണ് നമ്മുടെ ആനക്കൊമ്പ് കേസ്. മോഹൻലാലിൻ്റെ പേരിലൊരു ആനക്കൊമ്പ് കേസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഏറ്റവും പുതിയൊരു വിശേഷം എന്താ പറയുമോ? പിണറായിൻ്റെ കൈവശം ഇപ്പോൾ ഏറ്റവും പുതിയൊരു പരാതി വന്നിട്ടുണ്ട്. അദ്ദേഹം 30 കോടിയോളം രൂപ ഹവാല ഇടപാടെ ഇവിടുന്ന് വിദേശത്തേക്ക് കടത്തി എന്നുള്ളത്. മോഹൻലാൽ അതിന് വെറുതെ പറയുന്നതല്ല. കമ്മീഷണർ ഓഫ് പോലീസ് തൃശ്ശൂർ സിറ്റിക്ക് അബ്ദുൽ ഖാദർ ചുരീൻ പറമ്പിൽ ഹൗസ് തലശ്ശേരി തൃശ്ശൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആൾ കൊടുത്ത പരാതി, അതിൽ കൃത്യമായി പറയുന്നുണ്ട് മോഹൻലാലിന് അദ്ദേഹം പണം കൊടുത്തു ഒരു ഇടപാടിൽ. അവരുടെ വിസ്മയ മാക്സ് സ്റ്റുഡിയോ കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് വിദേശത്ത് തുടങ്ങുന്ന പുതിയ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കൃത്യമായി അയാൾ ക്യാഷ് കൊടുത്തതിൻ്റെയും അക്കൗണ്ടിൽ വന്നതിൻ്റെയും എല്ലാ രേഖകളും വെച്ചിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹവും മോഹൻലാലും മോഹൻലാലിൻ്റെ ഭാര്യയും, മോഹൻലാൽ മലയാളം ഫിലിം ആക്ടർ 65 വയസ്സ്, അദ്ദേഹവും അതേപോലെ മോഹൻലാലിൻ്റെ നമ്പറെല്ലാം അതിൻ്റെ അകത്തുണ്ട്. സുചിത്ര മോഹൻലാൽ, ചോയ്സ് ടവർ ഓപ്പോസിറ്റ് സീക്രട്ട് സ്കൂൾ തേവര എറണാകുളം. ഇവരുടെ പേരിൽ 6 പ്രതികളാണുള്ളത് ഇതിൻ്റെ അകത്ത്. ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഓഡിറ്ററാണ് സനിൽകുമാർ എന്ന് പറയുന്ന ആൾ. പിന്നെ ഭാസ്കരൻ നായർ എന്ന് പറയുന്ന വേറെ ആൾ. സിലിക്കോൺ കോസ്റ്റ് കൺസൾട്ടൻസി സർവീസസ്, വിസ്മയ മാക്സ് സ്റ്റുഡിയോ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ കേസിൽ അദ്ദേഹം കുടുങ്ങുന്നത് എന്തൊക്കെ വകുപ്പ് കുടുങ്ങുന്നത് അറിയാമോ? ഫെമ ലംഘനമടക്കം ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ പറയുന്ന 24ാമത്തെ ക്ലാസ് പറയുന്നത് എന്താ അറിയോ? സിനിമാ വ്യവസായവുമായി ബന്ധമുള്ള ആർക്കും അറിവുള്ള കാര്യമാണ് 1-ാം പ്രതി 5-ാം പ്രതി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ. സിനിമാ തരത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ബിനാമിയാണ് എന്ന കാര്യം പ്രതികളുടെ ഇന്ത്യയിലും UAE-യിലുമുള്ള അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ കാര്യം വ്യക്തമാണ്. ഇന്ത്യയിൽ നിന്ന് ഹവാല മാർഗത്തിലൂടെ UAE-യിലേക്ക് പണം കൊണ്ടുവന്ന് പോകുന്നത് വെളിവാകുന്നതാണ്. പ്രതികളുടെ ഇപ്രകാരമുള്ള പ്രവൃത്തി വിദേശ പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമത്തിൻ്റെ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. ഇതിൽ 27ാം പാരയിൽ പറഞ്ഞു പ്രതിയുടെ ആ പ്രവർത്തികൾ ഇന്ത്യയുടെ വിദേശ നാണ്യ വിനിമയ നിയമത്തിനും രാജ്യത്തിൻ്റെ താല്പര്യത്തിനും സുരക്ഷയ്ക്കും എതിരും കോടിക്കണക്കിന് രൂപ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ രാജ്യത്തിന് പുറത്തുപോയിട്ടുള്ളതുമാണ്. പരാതിക്കാരനെ മനഃപൂർവ്വം ചതി ചെയ്ത് വഞ്ചിക്കപ്പെടണമെന്ന ലക്ഷ്യത്തോടെയും അറിവോടും സമ്മതത്തോടും പ്രതികൾ കൂട്ടായും ഒറ്റയ്ക്ക് ചിന്തിച്ച് പരാതിക്കാരനോട് വിശ്വാസവഞ്ചന ചെയ്തു ചതിച്ചിട്ടുള്ളത് 3.2 കോടി രൂപയുടെ മുതലും തുടർന്നുള്ള പലിശയും പരാതിക്കാരന് അന്യായം നഷ്ടമുണ്ടാകുകയും വാദികൾ അന്യായ ലാഭമായി ഉണ്ടാക്കുകയും ചെയ്തതാണ്. പ്രതികളുടെ മേൽപ്രകാരമുള്ള പ്രവർത്തികൾ ചീറ്റിംഗ്, മിസ്ചീഫ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണി എന്നിങ്ങനെയുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ 61(2), 318(4), 3(5) അതുപോലെ തന്നെ ഫെമ മുതലായ നിയമങ്ങളുടെ ലംഘനവും കുറ്റകരവുമാണ്. ഇത്ര കാലം തട്ടിയെടുത്ത 3.2 കോടി രൂപ പരാതിക്കാരൻ്റെ SBIയുടെ വരന്നൂർ ശാഖയിൽ നിന്നും പ്രതിക്ക് മോഹൻലാൽ കൊടുത്തിട്ടുള്ളതും ആയത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ അന്വേഷണ പരിധിയിൽ വരുന്നതുമാണ്. ആകയാൽ ഈ പരാതി സ്വീകരിച്ച് അന്വേഷണം നടത്തി പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ താഴ്മയെ അപേക്ഷിക്കുന്നു. 23/4/2025 അബ്ദുൽ ഖാദർ പരാതിക്കാരൻ കൊടുത്ത പരാതിയാണിത്. ഈ പരാതിയുടെ പുറത്ത് ഇപ്പം അദ്ദേഹം CMP ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. CMP ഫയൽ ചെയ്താൽ മോഹൻലാലിനെതിരെ FIR ഇടണം പോലീസ്. അപ്പോൾ അതിനുള്ള ഫുൾ രേഖയാണ്. അതിനർത്ഥം അദ്ദേഹം അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വിദേശത്ത് മോഹൻലാലിനുള്ള ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നതോട് കൂടിയിട്ടാണ് മോഹൻലാലിനെ
പിണറായി വിജയൻ അല്ല തന്നെ പിണറായി വിജയൻ നേരത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു കേസും ഇല്ല ഇപ്പം. എത്രയോ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ് ഹേമ കമ്മീഷൻ. ഇവിടുത്തെ സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നത്. ഇപ്പം അതൊക്കെ പോയി. ഒരു ദിവസം എല്ലാ കേസും പിൻവലിച്ചു. അപ്പം ഇങ്ങനെ മോഹൻലാലിന് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? മോഹൻലാൽ നമുക്കറിയാം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വേറെ, മറുഭാഗത്തവും അദ്ദേഹം കേരളവുമല്ല ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന നടനാണ്, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നടനാണ്. അദ്ദേഹം എന്തൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഓരോ കഥാപാത്രം ജീവനോടുകൂടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് മോഹൻലാൽ. ആ മോഹൻലാലിന്റെ ഇമേജ്, കേരളത്തിൽ ജനങ്ങളുടെ ഇടയിലുള്ള അദ്ദേഹത്തിനുള്ള മതിപ്പ് മുതലെടുത്ത് പിണറായി വിജയന് ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ച് മോഹൻലാലിൽ കൂടെ തിരിച്ചു വരാനുള്ള ഒരു തന്ത്രമാണ് ഈ ട്രെയിലർ, ഈ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് 2 ദിവസം ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത്. ഏറ്റവും രസകരമായ കാര്യം, പിണറായി വിജയൻ ഏത് സമയത്ത് ഒരു കേസിൽ പെട്ടാൽ ഒരു 10-20 കേസുകളിൽ അകത്താവുന്ന ഒരാളാണ്. 1 അല്ല 2 അല്ല. അപ്പൊ ശബരിമല തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസം വരുമ്പോൾ അവസാനം ശബരിമലയിൽ ഒരു സാധനം പോലും ഇല്ലല്ലോ എന്ന് സുപ്രീം കോടതി പോലും പറയേണ്ടി വന്നു. ഒക്കെ മോഷ്ടിച്ചുകൊണ്ടേ. ഇനി ഏറ്റവും രസകരം എന്താ പറയുക, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറന്നു ഇതൊക്കെ കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ കേരളത്തെ മുഴുവൻ കൊള്ള ചെയ്ത് അഴിമതിയും സ്വജനപക്ഷപാതവും അതേപോലെ എല്ലാ തരത്തിലും തട്ടിപ്പുകളും നടത്തി വിദേശത്ത് കോടാനുകോടി രൂപ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. സ്വന്തം മകളെയും മകനെയും പേര് വിദേശത്ത് എല്ലാ ഇടപാടുകളും സംരക്ഷണം നൽകിയിട്ടുള്ള ആളായിട്ട് അദ്ദേഹം ഏത് സമയത്തും വിദേശത്തെ മുങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അമേരിക്കയിൽ ചികിത്സ അറിഞ്ഞിട്ട് പോകുന്നത് അതിന്റെ പേരിലാണ്. അപ്പൊ അങ്ങനെയുള്ള പിണറായി വിജയന് ഏറ്റവും 61% ആളുകളാണ് ഈ ഗവൺമെന്റിനെതിരുള്ളത് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ആദ്യം 52 വന്നു, പിന്നെ 54, 55 വന്നു, ഇപ്പൊ 61% ആളുകൾ ഇവർക്കെതിരാണെന്നാ പറഞ്ഞത്. CTV പറഞ്ഞ 58%. ആ അർത്ഥത്തിൽ ഒരു തരത്തിലും ജനങ്ങൾ ഇവരെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ എതിരാണ്, പൂർണ്ണമായി എതിരാണ്. ആ ജനങ്ങൾ എതിരായ കാര്യത്തെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരാൻ മോഹൻലാലിന്റെ ഇമേജും മോഹൻലാലിന്റെ പ്രശസ്തിയും വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് ഗവൺമെന്റ് നോക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിണറായി വിജയൻ വെള്ളാപ്പള്ളിന്റെ പേരിലും അതേപോലെ സുകുമാരൻ നായരുടെ പേരിലും അതേപോലെ തന്റെ കൂടെ നിൽക്കുന്ന പല ഗോവിന്ദന്റെ മകന്റെ പേരിലും അങ്ങനെയുള്ള ധാരാളം ആളുകളുടെ പേരിലുള്ള കേസുകൾ ഉപയോഗിച്ചിട്ടാണ് ബ്ലാക്ക് മെയിലിംഗ് നടത്തി അവര് ഭരണത്തിന് അനുകൂലമായിട്ട് നിർത്തുന്നത്. അതേപോലെ മോഹൻലാലിനെതിരെയുള്ള കേസുകളെല്ലാം ഉപയോഗിച്ച് പേടിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് ഈ അഭിമുഖം എടുപ്പിച്ച് പിണറായി വിജയന് ഉണ്ടായിട്ടുള്ള ഡാമേജുകളെല്ലാം തിരുത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. സാധാരണ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എടുത്തു കഴിയാൻ പറ്റുന്നതാണ്. ഇത് 2 ദിവസമാണ്. ആദ്യത്തെ ദിവസം എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച്, രണ്ടാമത്തെ ദിവസം ഷൂട്ടിംഗ്, അങ്ങനെ 2 ദിവസം എടുത്തിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒട്ടും ചിരിക്കാത്ത പിണറായി വിജയനെ കൊണ്ട് ചിരിപ്പിച്ച് പഠിപ്പിച്ചിട്ടാണ് സംവിധായകൻ ഈ സാധനം എടുപ്പിച്ചത്. മോഹൻലാലിനെ കൂടെ ചിരിക്കുക, വീണ്ടും ട്രയൽ എടുക്കുക, വീണ്ടും ചിരിക്കുക. നാച്ചുറലായുള്ള ഒരു അഭിമുഖമല്ല. ചിരിക്കാനും സഹതപിക്കാനും, കാരണം പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന ദൃശ്യങ്ങളടക്കം പിണറായി വിജയൻ കരയുന്നതടക്കം അതില് ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ ചിരിക്കുമ്പോൾ അതിനോടൊപ്പം ചിരിപ്പിക്കുന്ന മോഹൻലാൽ. ഇതേപോലെ ഹൃദയസ്പർശിയായ രംഗങ്ങൾ പല സിനിമകളിലും മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള രംഗങ്ങളുണ്ട്. കിരീടത്തിൽ കണ്ടില്ലേ, അവസാനം സേതുമാധവന്റെ ആ കഥാപാത്രം, നമ്മളൊക്കെ അയാൾ ഗുണ്ടയായി തീരുമ്പം സ്വന്തം അച്ഛന് വേണ്ടി അവസാനം ഫൈറ്റ് ചെയ്ത ആള് പിന്നെ ഗുണ്ടയായി മാറേണ്ടി വരികയാണ്. ആ രംഗം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം വരും. അതേപോലെ എത്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുന്ന മോഹൻലാലിന്റെ യശസ്സും പ്രശസ്തിയും പിണറായി വിജയന്റെ ഈ തട്ടിപ്പും അതേപോലെ തകർന്നു തരിപ്പണായ ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നാണ് നോക്കുന്നത്. അവസാനം പിണറായിയോടൊപ്പം മോഹൻലാലും ജനങ്ങളുടെ ഏറ്റവും വിരോധ കഥാപാത്രമായി മാറുകയാണ് എന്നുള്ളതാണ് സത്യം. സാറ് പറഞ്ഞ പോലെ ഈ ഒരു ഭീഷണിപ്പെടുത്തലിന്റെ സാധ്യത തീർച്ചയായിട്ടും മോഹൻലാലിനെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതായത് കയ്യിൽ ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, പുറത്തുവിടൽ അകത്താക്കും. നേരത്തെ ഓൾറെഡി കേസുകൾ പിൻവലിക്കുമ്പോൾ അവർ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ എടുത്ത പോക്സോ കേസ് എടുത്തു എന്നുള്ള വിവരങ്ങൾ നേരത്തെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ചാലഞ്ച് ചെയ്തിട്ടുള്ള ആരും അത് എല്ലാം പിൻവലിച്ചു എന്നുള്ളതാണ്. പാർവതി നിരോധനം അടക്കമുള്ളവരുടെ പരാതികൾ പ്രകാരം ആണ് പല പെൺകുട്ടികളെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവങ്ങൾ അടക്കമുള്ള കേസുകളാണ് ഉണ്ടായിരുന്നത്.
വളരെ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ അടക്കം മോഹൻലാൽ കുടുങ്ങിയപ്പോൾ ഏറ്റവും പുതിയ ഈ കേസ് അല്ലാന്ന് മോഹൻലാലിന് പറയാൻ പറ്റുമോ? പിണറായി വിജയന് പറയാൻ പറ്റുമോ? ഈ പരാതിയുടെ കോപ്പി പിണറായിന്റെ കൈവശം ഇന്ന് വേണമെങ്കിൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും ഈ കേസിൽ. അത്രയും ക്ലോസ് ക്ലിയർ എവിഡൻസ് ആണ്. എഫ്ഐആർ ഫയൽ ചെയ്തിട്ടില്ലല്ലോ. എഫ്ഐആർ ഫയൽ ചെയ്യാത്തത് എന്താണ്? ഡോക്യുമെന്റ് ഇല്ലേ? മോഹൻലാലിന് സുചിത്രയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പരാതി കൊടുത്ത കേസ് എടുക്കണ്ടേ? എനിക്കെതിരെ ഒരു പരാതി കൊടുത്ത എന്താ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു പറഞ്ഞിട്ട് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ എത്ര പെട്ടെന്ന് എഫ്ഐആർ ഫയൽ ചെയ്തു? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലെ എന്റെ തന്നെ എടുക്കാം, നമുക്കറിയുന്നതല്ലേ. എന്റെ പേരിൽ വീണ ജോർജിന്റെ പേരിൽ ഒരു പരാതി എന്താ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു. അപകീർത്തികരമായ വാർത്ത എന്ന് പറഞ്ഞാൽ കേസ് എടുക്കാൻ പറ്റില്ല. അവിടെ തിരുവനന്തപുരത്ത് കൊടുക്കുന്നു, വൈകുന്നേരം എത്തുന്നു, പിറ്റേ ദിവസം എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് രാത്രി കൊണ്ടുപോയി ഹാജരാക്കുന്നു. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എന്താ? SIT നിയമിക്കുകയാണ് ഓൺ ദ സ്പോട്ട്. എന്താ ഇത് ഗുരുതരമായ കുറ്റമല്ലേ? എന്താണ് നിയമിക്കാത്തത്? ഒരുപക്ഷെ ഇന്റർവ്യൂവിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കുമായിരുന്നു. ഇന്റർവ്യൂവിന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോഹൻലാൽ വരാതിരിക്കാൻ പറ്റില്ല. നേരത്തെ ആയി ധാരണയായിട്ടുണ്ട്. ഇനി ഏതൊക്കെ മോഹൻലാലിന് ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ ഉണ്ടാവും അത് പിണറായി വിജയന് ഒതുക്കി കൊടുക്കാതെ. അങ്ങനെയല്ല വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് കേസിൽ VS അച്യുതൻ കൊടുത്ത കേസല്ലേ? എത്ര 150ഓളം കേസുണ്ട്. ഇതുവരെ തൊട്ടിട്ടുണ്ടോ? തൊടാത്ത എന്താ? 5000ഓളം പേർക്കാണ് ജപ്തിയുള്ളത് SNDP-യിലെ ഈ പാവപ്പെട്ട ഈടവർക്ക്. എന്താ കേസ് എടുക്കാതെ പിണറായി വിജയൻ? ആ ഈടവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിനെ വെച്ചിരിക്കുന്നത്, ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട്. നായന്മാരെ വോട്ട് പിടിക്കാനാണ് സുകുമാരനാരുടെ മരുമകന്റെ കേസും വെച്ച് പിണറായി വിജയൻ ഇരിക്കുന്നത്. അങ്ങനെ ഏതൊക്കെ വിഭാഗങ്ങളാണ് അവർക്കെതിരെയുള്ള കേസുകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇനി അവസാനത്തെ അടവാണ് മോഹൻലാൽ. അപ്പം ഇതാണ് അതിന്റെ യഥാർത്ഥ സത്യം. നാളെ നമുക്ക് കണ്ടറിയാം. നാളെയാണ് എന്താ പറയുക അഭിമുഖം പുറത്തിറങ്ങുക. ഇരുവരെന്നൊക്കെ പേരിട്ടിരിക്കുന്ന ഇരുവർ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട്, രജനീകാന്ത് അഭിനയിച്ച, മോഹൻലാലും അവര് അഭിനയിച്ച തമിഴിലെ സിനിമ. അപ്പം രണ്ട് ലെജൻസ് ഒന്നിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് ഈ അഭിമുഖം വന്നിരിക്കുന്നത്. ഒരു ചളിക്കൊണ്ടിൽ നിൽക്കുന്ന ഒരാൾ. മോഹൻലാൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇമേജ് ഉണ്ട്, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം എന്ത് കുരുത്തക്കേട് കാണിച്ചു പറഞ്ഞാലും മോഹൻലാലിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കും, ബഹുമാനിക്കും. അത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേക വ്യക്തിത്വത്തിനല്ല, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കല്ല. അദ്ദേഹം ഒരു അഭിനേതാവാണ്. അഭിനേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തെ ആ അഭിനേതാവ് എന്ന് പറയുന്ന ഇമേജ് മനസ്സിൻ്റെ ഉള്ളിൽ ജനങ്ങളെ നിറഞ്ഞിക്കുന്നത് മുതലെടുത്ത് പിണറായി വിജയൻ പ്രാവശ്യം ഇലക്ഷൻ ജയിച്ചു കളയാമെന്നുള്ള തന്ത്രത്തിൽ വളരെ കൃത്യമായിട്ടുള്ള PR ടാക്ടിക്സ് തന്നെയാണ് ഈ അഭിമുഖം എന്ന് പറയുന്നത്. അത് നിർത്തുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. നമ്മുടെ കേരളമാണ് എല്ലാം കട്ടുമുടിച്ച് നശിപ്പിച്ച് നാരായണത്ത് കല്ല് എടുപ്പിച്ചിരിക്കുകയാണ്. ഇനി വേറൊന്നും ബാക്കിയില്ല. ശബരിമല അടക്കം കൊള്ള ചെയ്തു. ഏത് മോഹൻലാലിന്റെ സ്വർണ്ണടക്കം അടിച്ചു മാറ്റി. അതായത് കൊടിമര സ്വർണത്തിൽ കൊടുത്ത പണം ഇതടക്കം പിണറായി അടിച്ചു മാറ്റി കഴിഞ്ഞു. പിന്നെയല്ലേ